ഇല്ലാത്ത സൂപ്പർ പവറായി റഷ്യ മാറുന്നു. കൈവശമുണ്ടായ ഏക വിമാനവാഹിനി കപ്പലായ കുസ്നെറ്റ്സോവ് ഉപേക്ഷിക്കുകയാണ് റഷ്യ. അഡ്മിറൽ കുസ്നെറ്റ്സോവിനെ പൊളിച്ചു നീക്കുകയോ വിറ്റഴിക്കുകയോ ചെയ്യാനാണ് പദ്ധതി. 40 കൊല്ലത്തിലേറെ പഴക്കമുള്ള ഈ കപ്പലിന്മേൽ ഇനി അറ്റകുറ്റപ്പണി നടത്തി പണം പൊടിക്കാനില്ലെന്നാണ് മോസ്കോയുടെ നിലപാട്. ഇതോടെ ഏക വിമാനവാഹിനി കപ്പൽ റഷ്യക്ക് നഷ്ടമാവുകയാണ്. ഇനി കപ്പൽ ചരിത്രത്തിന്റെ ഭാഗമാകും. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് 1985-ലാണ് അഡ്മിറൽ കുസ്നെറ്റ്സോവ് നീറ്റിലിറങ്ങിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി. റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ നിർമ്മാണ കോർപ്പറേഷൻ ചെയർമാൻ ആന്ദ്രേ കോസ്റ്റിൻ ഒരു പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നീണ്ട കാലമായി ഈ യുദ്ധക്കപ്പലിന്റെ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവൃത്തിയും നിർത്തിവെച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടെന്ന പത്ര റിപ്പോർട്ടിന് പിന്നാലെയാണ് ആന്ദ്രയുടെ പ്രതികരണം. റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ താവളത്തിനടുത്തുള്ള മർമാൻസ്ക് പ്രദേശത്ത് നവീകരണ പ്രവർത്തനങ്ങളിലായിരുന്നു കപ്പൽ. എന്നാൽ അതൊന്നും വിചാരിച്ച ഫലം നൽകിയില്ല. അതുകൊണ്ട് തന്നെ അഡ്മിറൽ കുസ്നെറ്റ്സോവിന് വേണ്ടി ഇനിയും പണം ചെലവഴിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ആന്ദ്രേ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് 1985-ലാണ് അഡ്മിറൽ കുസ്നെറ്റ്സോവ് നീറ്റിലിറങ്ങിയത്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് പിന്നാലെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് സിറിയയിൽ റഷ്യ നടത്തിയ സൈനിക നീക്കത്തിൽ കുസ്നെറ്റ്സോവ് പങ്കെടുത്തിരുന്നു. വിമത സേനയ്ക്കെതിരെ വ്യോമാക്രമണങ്ങൾ നടത്താനായിരുന്നു ഈ അന്തർവാഹിനി കപ്പൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2017 മുതൽ ഈ കപ്പൽ യുദ്ധങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നില്ല. ലാറ്റ്വിയയിലെ റിഗ എന്ന പട്ടണത്തിലാണ് കുസ്നെറ്റ്സോവ് വികസിപ്പിച്ചെടുത്തത്. അതിനാൽ തന്നെ ആദ്യ പേര് റിഗ എന്ന് തന്നെയായിരുന്നു. 1985-ൽ നീറ്റിലിറക്കിയപ്പോൾ ലിയോനിഡ് ബ്രിഷ്നേവ് എന്ന് പേര് നൽകി. പിന്നീട് ടിബിലിസി എന്ന പേര് ലഭിച്ചു. സോവിയറ്റ് യൂണിയന്റെ യഥാർത്ഥ വിമാനവാഹിനി കപ്പൽ എന്ന നിലയിൽ വലിയ പ്രശസ്തിയും ആരാധകരും അക്കാലത്ത് ഈ കപ്പലിനുണ്ടായിരുന്നു. ചരിത്രപരമായ മേഖല കേന്ദ്രീകരിച്ചുള്ള കരയുദ്ധങ്ങളാണ് ദൗത്യമെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു റഷ്യ ഭരിച്ചിരുന്നത്. എന്നാൽ സോവിയറ്റ് യൂണിയൻ കരുത്താർജിച്ചതോടെ ലോകത്തെ നയിച്ച 2 ശക്തികളിൽ ഒന്നായി ഇത് മാറി. ജോസഫ് സ്റ്റാലിന് വിമാനവാഹിനി കപ്പലുകളിൽ അത്ര പ്രാപ്തിയുണ്ടായിരുന്നില്ല. എന്നാൽ ലോക സമുദ്രങ്ങളിൽ കരുത്തു പകരുന്ന വിമാനവാഹിനി കപ്പലുകൾ ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞ പിൻകാല സോവിയറ്റ് യൂണിയൻ ക്രൂഷ്ചേവിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. മോസ്കോ, ലെനിൻഗ്രാഡ് എന്നിവയിൽ തുടങ്ങിയ ആദ്യ ശ്രമങ്ങൾ കീവ്, മിൻസ്ക്, നോവോറോസിസ്ക്, ഗർഷ്കോവ്, കുസ്നെറ്റ്സോവ്, വരിയാഗ്, ഉല്യാനോവ്സ്ക് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. എന്നാൽ 80കളുടെ അവസാനത്തിൽ തുടങ്ങിയ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ റഷ്യൻ നേവിയുടെ വിമാനവാഹിനി കപ്പലുകൾ വിപുലപ്പെടുത്താനുള്ള പദ്ധതികളും കൂടിയാണ് പോയി മറഞ്ഞത്. ഉല്യനോവ്സ്ക് എന്ന മെഗാ കരിയർ പദ്ധതിയും അതോടെ സ്വപ്നമായി അവസാനിച്ചു. US-ന്റെ പ്രബലമായ നിമിറ്റ്സ് വിമാനവാഹിനി കപ്പലിന് ഒരു ബദലായിട്ടാണ് ഉല്യനോവ്സ്ക് ആലോചിക്കപ്പെട്ടത്. ഇപ്പോൾ ഒരൊറ്റ വിമാനവാഹിനി കപ്പൽ കൊണ്ട് തൃപ്തിയാകേണ്ട സ്ഥിതിയും റഷ്യക്ക് വന്നു. ലോകത്തിൽ ഇന്ന് എല്ലാ രാജ്യങ്ങളുമായി 22 വിമാനവാഹിനി കപ്പലുകളാണ് സർവീസിലുള്ളത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.